ചേട്ടാ, രാഹുൽ ഈശ്വരൊക്കെ മെൻസ് അസോസിയേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും പറയാനുള്ള ഒരു എന്താ ഒരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. കാരണം ഇവിടെ ദീപക് എന്ന് പറയുന്ന 42 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിന് കാരണക്കാരി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്, ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ മെൻസ് അസോസിയേഷൻ വേണം. ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു. പുരുഷന്മാർക്ക് ഒട്ടും ഫലമില്ല, ഉറപ്പില്ല മനസ്സിന്. അപ്പോൾ മെൻസ് അസോസിയേഷൻ വേണമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഈ പുരുഷന്മാർക്ക് ഓരോ എന്ത് ചെയ്യും? മെൻസ് അസോസിയേഷൻ പോയി ആത്മഹത്യ ചെയ്തോളൂ. മെൻസ് അസോസിയേഷൻ ഉള്ളതുകൊണ്ട് എന്താണ് ഗുണം? എന്താണ്? അല്ല, അവർക്ക് വേണ്ടി വാദിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ്. ഏതാ അവർക്ക് വേണ്ടി വാദിക്കാൻ ഗൗതം അല്ലെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും. അതിനൊരു മെൻസ് അസോസിയേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഈ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞു നടക്കുന്ന പോലെ മെൻസ് കമ്മീഷൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ടായിട്ട് വനിതകൾക്ക് എന്താ പ്രയോജനമുള്ളത്? വനിതകൾ എന്താ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? അവർക്ക് എന്തെങ്കിലും നീതി കിട്ടുന്നുണ്ടോ? ഇതൊക്കെ വെറും ശുദ്ധ അസംബന്ധമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ദീപക് ആത്മഹത്യ ചെയ്തു, അങ്ങേറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ ദീപക് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ഒരാളായിട്ട് നിങ്ങൾ കണക്കൂട്ടേണ്ടതില്ല. ഈ ഇന്ത്യയിൽ ഇതുപോലെ നിരവധി ആത്മഹത്യകൾ വേറെ നടന്നിട്ടുണ്ട്. ഒരു പയ്യൻ, ഞാനിപ്പോൾ പേരോർക്കുന്നില്ല, ആ പയ്യൻ ആത്മഹത്യ ചെയ്തത് 14ാമത്തെ അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ചാടി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നുകൊണ്ടാണ്. അതേപോലെ തന്നെ ആമസോണിലോ അതുപോലെ MNCയിലോ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മാനേജർ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരികയും കേസ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ വലിയ ചർച്ചാ വിഷയം നേരത്തെ തന്നെ ആയിട്ടുണ്ട്. ഈ ദീപകിൻ്റെ കാര്യത്തിലും ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് വലിയ തെറ്റാണ് പറ്റിയേക്കുന്നത്. കാരണം അത്തരത്തിൽ അത് ഒന്നാമത്തെ കാര്യം അതൊരു മറ്റേ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു സാധാരണ ഒരാളെ പോലെ നമ്മൾ അതിനെ കാണാൻ പറ്റില്ല. രണ്ടാമത്തേത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അപ്പോൾ ആ മെമ്പർ കൂടി ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ തവണ അവർ തോറ്റുപോയെങ്കിലും. ഞാൻ പറഞ്ഞത് ആ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം ഇതെന്തുകൊണ്ടാണ് വലിയ തോതിൽ ചർച്ചാ വിഷയമാകുന്നതെന്ന് ചോദിച്ചാൽ ഈ ഗ്യാപ്പിലൂടെയെങ്കിലും യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വറിനൊക്കെ ഒരു ചെറിയ മേൽക്കൈ കിട്ടുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് വെള്ള പൂശാൻ ചാൻസ് കിട്ടുകയും ചെയ്യുമോ, സിബ് സവാദിനടക്കമുള്ള ആളുകളെ ഒന്ന് വെള്ള പൂശാൻ ചാൻസ് കിട്ടുമോ എന്നുള്ളത് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ കാര്യം. ഇതിപ്പോ ഇദ്ദേഹം ഇത് ആത്മഹത്യ ചെയ്തില്ല എന്ന് വിചാരിക്കട്ടെ, അങ്ങനെയാകുമ്പോൾ നമ്മളിത് ചർച്ച ചെയ്യും വിഷയം തന്നെ. ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ ചർച്ച ചെയ്യില്ല. ഈ നാട്ടില് താങ്കൾ ഈ ഗൗതമൊക്കെ കണ്ണടച്ചിരുട്ടാക്കുമ്പോൾ ഒരു കാര്യം ഗൗതം ആദ്യമേ ഒന്ന് മനസ്സിലാക്കണം. ഈ ബസ്സിൽ വെച്ച് ഇങ്ങനൊരു ആൾക്ക് ഒരു പ്രശ്നമുണ്ടായി, ദീപക് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നം എത്ര പുരുഷന്മാർ അനുഭവിക്കേണ്ടി വരും? ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾ 100 പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2 or 3 പുരുഷന്മാർക്ക് ഇതുപോലെ തെറ്റ് ചെയ്യാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യേണ്ടി വരുള്ളൂ? ഇടപെടേണ്ടി വരുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ആ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? മനസ്സിലായ? ഇവിടെ തിരക്ക് പിടിച്ച് പോണ ബസ്സിൽ പോകുന്ന ഈ പരിപാടി ചെയ്യുന്ന ആളുകൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേരൊക്കെ തന്നെ എത്രയോ തവണ ഇവിടെയുള്ള ആളുകൾ വളരെ കൂളായിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ പറയുന്ന പോലെ തിരക്കുള്ള ബസ്സിൽ പോകാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന എന്തോരം ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ നാട്ടില് അത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ ലൈംഗിക വൈകൃതങ്ങൾ പേറുന്ന ആളുകൾ നിരവധി ഉണ്ട്. ഇനി ഈ നാട്ടിൽ ഓടുന്ന ബസ്സുകളിൽ തന്നെ ഫ്രണ്ടിൽ നിൽക്കാൻ ക്ലീനർമാർക്ക് ഇടിയായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില്. അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യോ, നമ്മൾ ഈ ചർച്ച ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത് ആയില്ലെങ്കിൽ ഇവിടെ ഈ ഷിംജിതയെ ഇപ്പോഴത്തെ ഇവിടെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും പല ആളുകളും ഒക്കെ പച്ചത്തെറിയാണ് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചത്തെറി, അതായത് ഒരു എന്താണ് സ്ത്രീക്ക് മേലെയുള്ള വൈരാഗ്യം മുഴുവൻ തീർക്കാനുള്ള അവസരമായിട്ട് ഇതിനെ കാണുകയും പലരും. അല്ലാതെ ദീപക് ആത്മഹത്യ ചെയ്തതിലൊക്കെ ആർക്കെങ്കിലും വിഷമമുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. ഇത് അങ്ങനെ ദീപക് ആത്മഹത്യ ചെയ്തതിൽ വിഷമം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നേരെ ഗൗതത്തിനോട് ചോദിക്കട്ടെ. ഗൗതം പറഞ്ഞ കാര്യം ആ കാര്യത്തിൽ കറക്റ്റാണ്. ഇപ്പൊ കടക്കാവൂരിൽ ഒരമ്മ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ 14 ദിവസത്തോളം ജയിലിൽ കിടന്നു. ആ 14 ദിവസത്തോളം ജയിലിൽ കിടന്നിട്ട് മറുനാൾ ഷാജനക്കടക്കം സഹായിച്ചിട്ടാണ് അവരെ പുറത്തേക്ക് ഇറക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നത് ആ അമ്മ, കടക്കാവൂരിലെ അമ്മക്കെതിരെ വന്ന ആരോപണം എന്താണെന്നറിയാമോ? ഒരു പാവപ്പെട്ട സാധാരണക്കാരിയെ അമ്മക്കെതിരെ വന്ന ആരോപണം അവരുടെ മകനെ പീഡിപ്പിച്ചു എന്നുള്ള നിലക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോക്സോ കേസിൽ അകപ്പെട്ട ഒരു പെൺകുട്ടി എന്നുള്ള നിലക്കാണ് അവർ കേരളത്തിൽ എന്ത് ചെയ്തത്, ജയിലിൽ കിടന്നത്. ഇന്ത്യ മുഴുവൻ അത് വാർത്തയായി. നമ്മുടെ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തു. എല്ലാറ്റിനും ഒടുവിൽ എന്താ, അവരുടെ മുൻ ഭർത്താവ് തന്നെ മകനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ വേണ്ടി ഒരു SHOക്ക് കൈക്കൂലി കൊടുത്താണ്ട് കൊണ്ടാണെന്ന് തെളിഞ്ഞു. അപ്പൊ തെളിഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും വലിയ വിഷമം കാണിച്ചോ?
അതുകൊണ്ട് ഇതൊന്നും യഥാർത്ഥത്തിലുള്ള വിഷമമല്ല ഗൗതം. ഇതൊരൊറ്റ കാര്യമുള്ളൂ. ഈ യൂട്യൂബേഴ്സ് മുഴുവൻ കിടന്ന് കരയുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യം എന്താണെന്നറിയാം. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടീംസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മറ്റേ 150 ഫേക്ക് ഐഡീസുമായിട്ട് ലോകം മുഴുവൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ കൂടി എന്ത് ചെയ്തു തരും, ഇവർക്ക് എതിരായിട്ടൊരു കാര്യം പറയുകയും കണ്ട രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇതുപോലെയാണെന്നൊന്നും കൂടി പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സ്വന്തം വ്യൂവർഷിപ്പ് കുറച്ച് കൂട്ടിത്തരും. ആ വ്യൂവർഷിപ്പ് കൂട്ടിത്തരുന്നത് കൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള വലിയ കരച്ചിലുണ്ടാകുന്നത്. അല്ലാതെ ഇതിലൊന്നും യാതൊരുവിധ ആത്മാർത്ഥതയുമില്ല. അല്ലെ, ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നുണ്ട്. പല കണക്കുകളും സൂചിപ്പിക്കുന്നു. പലർക്കും മനോബലമില്ല, ചെറിയ വിഷയങ്ങൾ വരുമ്പം ആത്മഹത്യ ചെയ്യുന്നു. കുട്ടികളടക്കം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തും തെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നു. 42 വയസ്സുണ്ട് ഈ ദീപക്കിന്. ഇയാൾക്കറിയാം ഇതൊരു വ്യാജ പരാതിയാണ്. ഇയാൾ ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സന്ദർഭങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ പല പുരുഷന്മാർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷെ അയാൾ ഇത്രമാത്രം സ്ത്രീകൾക്കെതിരെ പല അതിക്രമങ്ങൾ ചെയ്തിട്ടും മുഖത്തൊരു പുഞ്ചിരിയുമായിട്ട് നിയമമില്ലേ ഞാൻ നേരിട്ടോളാം എന്ന് പറയാനുള്ള കരുത്ത്, മനോബലം അല്ല, ചായ ഊതി കുടിക്കുന്നത് അയാൾ ന്യായീകരിക്കല്ല ചെയ്യുന്നത്. ആ മനോബലം അയാൾ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനോബലം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മളെ സഹായിക്കും. അത് പലർക്കും ഇവിടെ ഇല്ലേ. ഈ ഗൗതം കാണിച്ച മനോബലത്തിന്റെ ഉദാഹരണങ്ങൾ അങ്ങേയറ്റം ഡേഞ്ചറാണ്. കാരണം അത് ഒരു സൈക്കോകളുടെ മനോബലമാണ്. മനസ്സിലായേ? ലോകത്ത് നടന്നിട്ടുള്ള പല കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയിട്ട് ഇപ്പൊ ഉദാഹരണം അതുണ്ടെങ്കിൽ 2000 മുതൽ 2021 വരെ അമേരിക്കയിൽ 700ഓളം വരുന്ന കുറ്റവാളികളുടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഹെൽമറ്റിൽ ഈ പറയുന്ന പോലെ മറ്റേ ക്യാമറ ഘടിപ്പിച്ചുകൊണ്ട് ലൈവായി സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ന്യൂസിലൻഡിൽ നിരവധി പേരെ ഒരു ആള് വെടിവെച്ചു കൊല്ലുന്നത്. ഒരു ചെറിയ പയ്യനാണ്, 16-17 വയസ്സുള്ള പയ്യനാണ്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സയന്റിഫിക്കലി പഠിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന പോലെ കണ്ട വീഡിയോകളിലൂടെ, കണ്ട ഈ പറയുന്ന പോലെ ഗെയിമുകളിലൂടെ എല്ലാം തന്നെ മാനസിക രോഗത്തിന് അടിപ്പെട്ടതാണ്. ഇന്ത്യയിൽ തന്നെ പഞ്ചാബിലാണെന്നാണ് എൻ്റെ ഓർമ്മ, വലിയ ഒരു കുട്ടി യഥാർത്ഥത്തിൽ നിരവധി ചെറിയ പെൺകുട്ടികളെ കൊന്നുകളഞ്ഞ കേസുണ്ട്. അതിലൊക്കെയുള്ള മനോബലം ഒരിക്കലും ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കരുത്. കാരണം അത് ആ മനോബലങ്ങളെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനോബലം എല്ലാം തന്നെ സൈക്കോകളുടെ മനോബലമാണ്. ഞാനിപ്പോ വേറൊരു മനോബലം ചൂണ്ടിക്കാണിക്കാം, പിണറായി വിജയന്റെ മനോബലം. അത് ഓക്കെയാണ്, അത് കുഴപ്പമില്ല. കാരണം വെച്ചാൽ അത് മറ്റേ സൈക്കോകളുടെയാണ്. പിണറായി വിജയൻ അങ്ങനെയല്ല. ഈ പറഞ്ഞ പോലെ ഇടിയും കുത്തും ചവിട്ടും എല്ലാം ഏറ്റുവന്നിട്ടുള്ള മനോബലമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ആരുടെയും മനോബലമല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ, താങ്കൾ ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വളരെ അക്കാഡമിക്കലി നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. എത്ര പേര് കേൾക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൗതത്തിന് അറിയോ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാവുന്ന രാജ്യങ്ങൾ ഏതാണ്? ആത്മഹത്യ നിരക്ക് കൂടുതലുള്ള രാജ്യങ്ങൾ ഏതാണ്? ഫിൻലൻഡ്, ഡെൻമാർക്ക്, നോർവേ, സ്വീഡനാണ്. ഈ രാജ്യങ്ങൾക്ക് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ നമ്പർ 1 നിൽക്കുന്ന രാജ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ സന്തോഷഭരിതമായി ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ കൂടുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആളുകൾക്കെല്ലാം സന്തോഷമുണ്ട്, എന്നിട്ട് ആത്മഹത്യ കൂടുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹാർവാർഡ് അടക്കം ഓക്സ്ഫോർഡിലടക്കം നിരവധി പഠനങ്ങളാണ്. ആ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി തോന്നുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുകയും ചെയ്യും? ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ജപ്പാനിൽ നിന്നുള്ള ഒരാൾ ഇവിടെ കേരളത്തിൽ ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി, ആ പ്രൊജക്ട് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു. കേരളീയർക്ക് കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു മരണം കേട്ടിട്ട് ചിരി വരും. കാരണം ഇവിടെ ഒരു പ്രൊജക്റ്റും ടൈമിന് എന്ത് ചെയ്യാറില്ല, ഒരു കലിക്ക് പണിയണ പോലും ടൈമിന് തീർക്കാറില്ല. നമ്മുടെ രാജ്യത്തുള്ള വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നോക്കണം. ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരാൾക്കുള്ള ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന സമയത്തിന് മുമ്പേ ഒരു പണി തീർക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ദുബായിലൊക്കെ ചെന്ന് നമ്മളിത് പറഞ്ഞ് ചിരിക്കും. എന്താണെന്നറിയാമോ? അവിടെയൊക്കെ പറയുന്നതിന് മുമ്പ് എല്ലാ പണികളും എന്ത് തീരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഗൗതം, കുറ്റം ചെയ്തവന് ഇതിനെയൊക്കെ നേരിടാനുള്ള കരുത്തുണ്ടാവും. കാരണം അവൻ അറിയാം, അവൻ കൾപ്രിറ്റാണ്, അവൻ കുറ്റവാളിയാണ്, അവൻ ഭൂലോക വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ മാങ്കൂട്ടത്തിലെ പോലെ അവർക്കൊക്കെ അറിയാം. പക്ഷെ ദീപക്കിന് അങ്ങനെയല്ല. ദീപക് ഇതുവരെ കുറ്റം ചെയ്യാത്ത ഒരാളാണ്. അയാൾ യഥാർത്ഥത്തിൽ ഇനി മുതൽ നീ വീട്ടിൽ ഇരിക്കണ്ട, വീടിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞാണ് വീട്ടിൽ എന്ത് ചെയ്താണ്, അകത്തിരുന്ന് വെച്ച ഒരാളാണ്. അപ്പൊ അകത്തിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഞാൻ എങ്ങനെ നാട്ടുകാരെയും ജീവിതത്തിലുള്ള ആളുകളെയൊക്കെ ഫേസ് ചെയ്യുമെന്ന് വിചാരിച്ചാണ്, അങ്ങനെ ഫേസ് ചെയ്യുമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഒരു മുഴുവൻ കയറിൽ എന്ത് ചെയ്തത്, തൂങ്ങി ആത്മഹത്യ ചെയ്ത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഈ പറയുന്ന പോലെ കുറ്റങ്ങൾ ചെയ്യാത്ത ആളുകൾ അവർ പലപ്പോഴും ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വീഴും. കേരളത്തിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
കേരളത്തിലുള്ള ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഇടക്ക് പോലും ഈ സൂയിസൈഡ് ടെൻഡൻസി, ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 10th ഫെയിൽ ആകുമ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഫെയിൽ ആകുമ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. 10th ഡിസ്റ്റിങ്ഷന്റെ അടുത്ത് മാർക്ക് കിട്ടിയിട്ട് ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ആത്മഹത്യയാണ്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഈ പാടത്തും പറമ്പത്തും ഒക്കെ കളിക്കാൻ പോകുമ്പോഴല്ലോ ഏറ്റവും വലിയ മനക്കരുത്ത് നമുക്ക് ഉണ്ടാവും. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ തോൽവികളെ ഫേസ് ചെയ്യാണ്. ഇപ്പൊ എന്താണെന്ന് അറിയാമോ? ജീവിതത്തിൽ നമ്മൾ ന്യൂക്ലിയർ ഫാമിലികളാണ്, ഫ്ലാറ്റിനകത്ത് വളരെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തോക്കുന്നില്ല. നമ്മൾ പിന്നെ ആകെ കാണുന്നത് ഡിസ്റ്റിങ്ഷൻ മേടിക്കാത്തതിന്റെ തോക്കലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴുള്ള നേരിടാനുള്ള കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ കേരളീയ സമൂഹവും ഏതാണ്ട് ഈ പറയുന്ന പോലെ ഫിൻലൻഡ്, ന്യൂയോർക്ക്, ഡെൻമാർക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലുള്ള പോലെയുള്ള അവസ്ഥകളിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ല. ആ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു അർബൻ മിഡിൽ ക്ലാസ് വളരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്. ഈ സവാദിനെ എക്സ്പോസ് ചെയ്തത് ഒരു പെൺകുട്ടിയാണ്, ഒരു വീഡിയോയിലൂടെ. അതെ, മസ്താനി വീഡിയോ ചിത്രീകരിച്ചതിലൂടെ. അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികൾ പല ആളുകളെയും, പല സ്ത്രീകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ രഞ്ജിതയും അതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അല്ല, നമ്മുടെ ഇവിടെ ഗൗതം പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്നും കാണാറില്ല, ഞാൻ അറിയാറുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പല പേരുകളൊക്കെ പോലും എനിക്കറിയില്ല അത് മുഴുവൻ പേരാണോ എന്ന് പോലും. അത്തരത്തിൽ ഇനി കളിയാക്കി വിളിക്കുന്ന പേരാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഒരു സെക്ഷലി വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. ആ സമൂഹം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒളി ക്യാമറ ദൃശ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കാണാൻ ഭയങ്കര താല്പര്യമുള്ള കൂട്ടുകാരാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട്ടിലെ പ്രശസ്തമായ ഒരു ഹോട്ടലിൽ ഞാൻ നേരത്തെ ഓർക്കുന്നുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ കൊണ്ടുവരുത്തൻ എന്ത് ചെയ്യുകയും ഈ പറയുന്ന പോലെ ക്യാമറ വെക്കുകയും എന്നിട്ട് അതിൻ്റെ സീനുകൾ എന്താണ് അതിനകത്ത് കാണാറുള്ളതെന്ന് എനിക്ക് ഇതുവരെ ആലോചിച്ചിട്ടൊന്നും മനസ്സിലല്ലോ. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അത് ചോദിക്കാൻ വേണ്ടി വന്ന മറ്റേ അനിയനെയും ഈ പെൺകുട്ടിയെയും കൂടി എന്ത് ചെയ്യുകയും ചെയ്യും, അവരെ ആക്രമിക്കുകയും ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തേത്, വളർന്നു വരുന്ന ഈ സോഷ്യൽ മീഡിയ കൾച്ചർ ഉണ്ടല്ലോ, ആ കൾച്ചറിൽ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡോളോ ചിപ്സ് കഴിക്കുന്നു, എന്നിട്ട് എവിടെ കൂടിയൊക്കെ വെള്ളം വരുമെന്ന് എന്ത് ചെയ്യുന്നു നോക്കുന്നു. ഈ പറയുന്ന കുറെ, അതായത് ഉഡായിപ്പിന്റെ അങ്ങേയറ്റമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അത് സൃഷ്ടിക്കുന്ന വലിയ സാമൂഹ്യ അപകടമുണ്ട്. ഞാനിത് നേരത്തെ മുതൽ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ മല്ലു കപ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ പേരെന്ന് എനിക്ക് തോന്നുന്നു, ഒരു കപ്പിൾ ഉണ്ട്. യഥാർത്ഥത്തിൽ അവനൊരു 3 ലക്ഷം രൂപയുടെ ബൈക്ക് എടുത്തപ്പോഴാണ് നാട്ടുകാരൊക്കെ ഞെട്ടിയത്. കാരണം അതിനു മുമ്പ് എന്തായിരുന്നു അറിയോ? അവന്റെ ദാരിദ്ര്യം വിറ്റാണ് ഈ സാധനം പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലായ? പെട്ടെന്നാണ് ആളുകൾക്ക് അറിയുന്നത് ഇവ 3 ലക്ഷം രൂപ ബൈക്ക് കൊടുത്തു, ഇനി മുതൽ എന്റെ വീഡിയോ കാണില്ല. നേരത്തെ അവന്റെ വീഡിയോ കാണുമ്പോൾ പരസ്യം പോലും ഇരുന്ന് കാണുമായിരുന്നു. എന്താണ്? അവന് കാശ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച്. മനസ്സിലായി? അപ്പൊ അവര് പിന്നെ സമ്പന്നരായി. ഇനി ഒരു കാര്യം, രണ്ടാമത്തതിലെ ഈബുൾ ജെറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു, ഞാൻ അവന്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ട് എനിക്ക് കരച്ചിൽ വന്നുപോയി. കാരണം എന്ന് വെച്ചാൽ ഒരു വീഡിയോന്റെ കണ്ടന്റ് എന്താ വെച്ചാൽ ഇവൻ ചാണാക്കുഴിയിൽ ചാടുന്നു, എന്നിട്ട് ഒരു സാറെന്ന് പറയുന്ന ഒരുത്തിന് ഇവൻ എന്ത് ചെയ്യുന്നു, മറ്റേ ഓസടിച്ച് കുളിപ്പിക്കുന്നു, ചാണാക്കുഴി ചേർത്ത്. അതിലേക്കാ പറഞ്ഞ. രണ്ടാമത്തത് തൊപ്പി. ഈ തൊപ്പിയുടെ കേസിൽ ഞാൻ നേരത്തെ നാരദ ന്യൂസിൽ മാത്യു സാമുവലിനൊപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തൊപ്പിയല്ല ഇവിടുത്തെ കുട്ടികൾ വലിയ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സമൂഹം വലിയ പ്രശ്നമാണെന്ന്. കാരണം ഈ തൊപ്പി ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് തൊപ്പിന്ന് അറിയണം. ആ തൊപ്പി അന്നേരം വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തൊപ്പിയെ കാണാൻ വന്നിരിക്കുന്ന ആരാന്നറിയോ? 12 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു 500-1000 കണക്കിന് കുട്ടികൾ അവിടെ വന്നേക്കണ തൊപ്പിയെ കാണും. അപ്പൊ തൊപ്പിയൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? വെറുതെ തെറി വിളിച്ചു പറയുന്നു, വെറുതെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ മൂലക്കുരു എവിടെയാണുള്ളതെന്ന് ചോദിക്കുന്നു, അതിന്റെ ഡോക്ടറോട് എങ്ങനെയാണ് കൈയിട്ട് പരിശോധിക്കുവാന്ന് ചോദിക്കുന്നു. ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ പറയുന്ന പോലെ ചില ആർജെ കീർജെ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ തെറി വിളിച്ചു പറയുന്നു. അതായത് ഈ യഥാർത്ഥത്തിൽ ഈ ബൊഹീമിയൻ തെരുവുകളിലൊക്കെയുള്ള വലിയ അരാജക ജീവിതമുണ്ട്. ഈ അരാജക ജീവിതത്തിലേക്ക് പെട്ടെന്ന് ആളുകൾ കണക്റ്റഡ് ആവും. അതുകൊണ്ട് എന്താ പ്രശ്നം എന്നറിയാമോ? ഈ ബുൾജെറ്റ് പ്രദേശമൊക്കെ അറസ്റ്റിലായപ്പോ പറയുന്ന വാചകം എന്താണെന്നറിയാമോ? ഞാൻ സെലിബ്രിറ്റിയാണ്, ഞാൻ എന്താണ് മീഡിയക്കാരനാണെന്ന് പറയണം. എന്നിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് പറയണ്ട നാളെ കേരളം കത്തുന്നു. അതിന്റെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഗൗതം കണ്ടോന്നറിയാം. നാളെ കേരളം കത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും ഇവ കിടന്ന് കരയുടെ പാവം കുട്ടിയാണ്, അവരെ പിന്നെ വെറുതെ വിട്ടു. പക്ഷെ കേരളം കത്തുമെന്നാ പറയണം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ തൊപ്പി കുപ്പി പോലെയുള്ള ആളുകളെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൺസ്യൂം ചെയ്യണതിന്റെ ഒരു വകഭേദം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഷിംജിതൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്. വീഡിയോ എടുത്ത് അങ്ങോട്ട് സത്യത്തിൽ ഗൗതത്തിന് അറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഷിംജിത യഥാർത്ഥത്തിൽ ബസ്സിൽ കയറുന്ന ഒരാൾ പോലും അല്ല, സാധാരണ സ്വന്തം വണ്ടിക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇതിനു വേണ്ടി മാത്രമാണ് ഈ പയ്യന്നൂരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ കയറിയിട്ട് എന്ത് ചെയ്തേക്കണത്? ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും മുട്ടോ ഇല്ലെന്ന് നോക്കിയിട്ടാണ്. പിന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ ഇത് വലിയ വിഷയമാകാൻ കാരണം എന്ന് വെച്ചാൽ 2 കൂട്ടരാണ്. ഒന്ന് ഈ പറയുന്ന പോലെ നമ്മളെ മണ്ടറായിട്ടുള്ള രാഹുൽ ഈശ്വരും, രണ്ടാമത്തേത് ഈ പറയുന്ന പോലെ എന്താണ് മാങ്കൂട്ടത്തിലെയും. ഈ ഗ്യാപ്പിലൂടെ കണ്ട
പെണ്ണുങ്ങളും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, രക്ഷിക്കാൻ ശ്രമിക്കും. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് പറഞ്ഞതല്ല, അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. അവസാനം അത് കോടതിയുടെ മുമ്പിലാണ്. ഗൗതം പോലും ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ചർച്ചകളിൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തന്നോട്ടെ. ഗൗതം പോലും മാങ്കൂട്ടവുമായിട്ടുള്ള ചർച്ചകളിൽ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. 2-3 ചർച്ചകളിൽ ഗൗതം ആവർത്തിച്ചിട്ടുള്ള ഒരു വാചകം. ഞാനത് വീണ്ടും എടുത്ത് കാണുന്ന ഒരാളാണ്, നമ്മുടെ ചർച്ചകൾ മാത്രം. അതിൽ ഗൗതം പറയുന്ന ഒരു കാര്യം, സ്ത്രീകൾ മൊത്തം കള്ളം പറയാത്തവരാണ്, അവരിലും തെറ്റുകാരുണ്ട് എന്നൊക്കെ ഗൗതം പറയാറുണ്ട്. ഗൗതം ആണുങ്ങളിലും തെറ്റുകാരുണ്ട്, സ്ത്രീകളിലും തെറ്റുകാരുണ്ട്, എല്ലാവരിലും തെറ്റുകാരുണ്ട്. അതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് പറയുക എന്ന ഒരു ആവശ്യമില്ല. ആണുങ്ങളിൽ എല്ലാവരും നല്ല ആളുകളാണോ? പെണ്ണുങ്ങളിൽ എല്ലാവരും നല്ല ആളുകളാണോ? ഒരു കള്ളവും പറയാത്ത ആളുകളാണ്? അങ്ങനെയൊന്നുമില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല, അത് വേറൊരു വിഷയമായതുകൊണ്ട്. അതൊന്നും ഇവിടെ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ആരോപണങ്ങൾ പലതരം, ഇപ്പൊ ജെട്ടി കേസിൽ പല ആരോപണങ്ങൾ വിധേയമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഇവരൊക്കെ കാണിക്കുന്ന ഒരു മനോബലവും മനോധൈര്യവും ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾ കണ്ടുപഠിക്കണം. അപ്പോ ഇങ്ങനെയുള്ള വ്യാജ പരാതികളൊക്കെ വരുമ്പോ നേരിടാനുള്ള ഒരു കരുത്താകും. ജനങ്ങൾ അത് കണ്ട് പഠിക്കണമെന്ന് എനിക്ക് പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ താങ്കൾ ഉദാഹരണം വീണ്ടും തെറ്റി, താങ്കൾക്ക് ജെട്ടി കേസാണ്, ആ ജെട്ടി കേസ് കണ്ട് പഠിക്കണമെന്ന് പറയില്ല. പല കേസുകളും അല്ല, ജെട്ടി കേസും പല കേസുകളിലും ഗൗതം അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെല്ലാവരും തന്നെ ആ കാര്യം ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പൊ ഈ ആന്റണി രാജുവിന്റെ കേസിൽ ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ആളുകൾക്ക് അറിയാവുന്നതാണ് ആന്റണി രാജു ചെയ്തിട്ടുള്ളതാണെന്ന്. അപ്പൊ അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളവർക്ക് ഒരു മാനസിക ധൈര്യം ഉണ്ടാവും. പക്ഷെ മാനസിക ധൈര്യമില്ലാതെ തകർന്നു പോകുന്നത് ആരായിരിക്കും എന്നറിയാമോ? ഇത് ചെയ്യാഞ്ഞിട്ടും ആരോപണം കേൾക്കുന്നവരുണ്ടാവും. അവരാണ് ജീവിതത്തിൽ തകർന്ന് തരിപ്പണായി പോകുന്നത്. അതിന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി വന്നാലും നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്ന് പറയണം. അതിന് യഥാർത്ഥത്തിൽ കടക്കാവൂരിൽ അമ്മയെ നമുക്ക് ഉദാഹരണം കാണിക്കാം. കാരണം അവരൊക്കെ ആ അമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കയ്യിൽ 1 രൂപ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. നാട്ടുകാർ സഹായിച്ചുകൊണ്ട് മാത്രം അവർ പുറത്തേക്ക് ഇറങ്ങിയതാ. നമ്മൾ കാണുന്നത് മറ്റേ സാമ്പത്തികമുള്ളവരെയാണ്. സാമ്പത്തികമുള്ളവർക്ക് ഇതൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായ? അവർക്ക് സോഷ്യൽ നോംസിലേക്ക് അതിജീവിക്കാൻ പറ്റും. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ എന്നിട്ട് 5 വയസ്സ് കൂടിയിട്ടുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരാളോ അല്ലെങ്കിൽ തൊട്ടയൽവക്കത്തെ ഒരാളോ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് നാട്ടിൽ കൂടി ഇറങ്ങിയൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകൾക്കൊക്കെ തന്നെ ഇപ്പൊ ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ 1 വയസ്സ് കൂടുതലാണെന്ന് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പെണ്ണിന്. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ പണമുള്ളവർക്ക് സാധിക്കും. പണമില്ലാത്തവനും സാധിക്കാനുള്ള കാര്യത്തിൽ ശരിയാണ് നമ്മുടെ ഒപ്പം ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ധൈര്യത്തോടുകൂടി നിന്ന് നേരിടണമെന്നും ഒരു നാൾ നമ്മുടെ ശരി തെളിഞ്ഞു വരുമെന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഒരു നമ്മളൊരു വാലിഡേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ അംഗീകരിക്കണം. പൊതുവെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉള്ളവർക്കും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉള്ളവർക്കും ഇല്ലെങ്കിൽ താൻ അത്ര വാല്യൂ ഉള്ള ആളല്ല എന്ന് പറയുന്ന ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് പിള്ളേരടക്കമുള്ള ആളുകൾ മാറുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വലിയ ഡിപ്രഷനാണ്. അതുകൊണ്ട് തന്റെ യഥാർത്ഥത്തിൽ തീരുമാനിക്കപ്പെടുന്നത് താനാണ്, അല്ലാണ്ട് നാട്ടുകാരുടെ കമന്റ് അല്ല എന്ന് പറയുന്ന ധൈര്യം ആളുകൾ പ്രകടിപ്പിക്കണം എന്നാണ് ഞാൻ. ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി വെക്കുന്ന ഒരുപാട് ഫേക്ക് നരേഷൻസ് കൂടിയുണ്ട്. ആ നരേഷൻസിൽ ഞാനും ഗൗതവും അടക്കമുള്ള ആളുകളൊക്കെ പെട്ടുപോകാറുണ്ട് ചിലപ്പോൾ. ഇപ്പൊ ഗൗതം തന്നെ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞൊരു കമന്റ് ഞാൻ ഓർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്കത് ചിരി വന്നത് കേട്ടപ്പോൾ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പോസ്റ്റിന് കിട്ടുന്നതിനേക്കാൾ വലിയ ജനപ്രീതിയാണ് മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റിന് കിട്ടുന്നതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾ കേരളം മൊത്തം എടുത്തൊരു സർവേ നടത്തി നോക്കിയാൽ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാളുകൾ അറിയാത്ത ആളുകളുണ്ടാവും. പക്ഷെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ അറിയാത്ത ആളുകളോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ അത്ര ജനപിന്തുണയോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരാൾക്ക് വേറെ ഉണ്ടാവില്ല. ഇപ്പൊ പോലും കഴിഞ്ഞ തവണ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൂടുതൽ വോട്ട് കിട്ടിയത് 28% വോട്ട് കിട്ടിയ പാർട്ടിയുടെ പേര് CPM എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ 50,000 ലൈക്കുകൾ ഷെയറുകൾ മണ്ണാങ്കട്ടാന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വീണുകൊണ്ടാവും. ഒരു ആളുമില്ല. നമ്മുടെ ഇവിടെ തന്നെ ഒരു വലിയ ഈ പറയുന്ന പോലെ ഒരു ജേർണലിസ്റ്റ് മരിച്ചുപോയായിരുന്നു ഒരു വാഹനാപകടത്തിൽ, പ്രദീപ്. ഈ പ്രദീപ് മരിക്കുന്നതിന് മുമ്പ് ഒരു അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ വലിയ തോതിൽ ആളുകൾ ധീരനാണ്, മറ്റേ പുറമെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചവരാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, അതിനുശേഷം ഷാജനിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പ്. കാരണം അത് കഴിഞ്ഞിട്ട് പ്രദീപിനെ കുറിച്ച് പിന്നെ ആളുകൾ മറന്നുപോയി. 2 ആഴ്ച 3 ആഴ്ച ഞാൻ ഈ യൂട്യൂബ് ലൈവിൽ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾ തന്നെ മറന്നു. അല്ലാതെ ഇത് മഹാ സംഭവമാണെന്നും ഇത് ഈ പറയുന്ന പോലെ ആളുകളൊക്കെ എന്നെ നോക്കിയിരിക്കുകയാണെന്നും എൻ്റെ താഴെയുള്ള കമന്റുകൾ വായിച്ച് ഞാൻ സങ്കടപ്പെടുകയും ഞാൻ എന്ത് ചെയ്യും ആഹ്ലാദിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നുള്ള ധാരണകളിലേക്ക് എത്തണം. പക്ഷെ ആ ധാരണ എത്തിക്കാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ യൂട്യൂബ് അടക്കം ഇൻസ്റ്റാഗ്രാമിലടക്കം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അടക്കം ഇടപെടുന്നവരൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെന്തോ മഹത്തായ സംഭവമാണ്, നമുക്ക് ഇത്ര ലൈക്ക് കിട്ടി, ഇത്ര ഷെയർ കിട്ടി. ഞാൻ എനിക്ക് ഗൗതത്തിനോട് വേറൊരു പേഴ്സണൽ അനുഭവം കൂടി പറയാം. ഞാൻ ഒരു കൗൺസിലറുടെ മകളാണ് കൊച്ചി കോർപ്പറേഷനിൽ.
ആ മകളുടെ അച്ഛൻ ഹോസ്പിറ്റലായി, അമ്മയും ഹോസ്പിറ്റലായി കിടക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ ഫേസ്ബുക്കിൽ അന്ന് 5800 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എന്നോട് ഒരിക്കലും ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രതീഷ് ഒന്നും എന്നെ വിളിക്കാൻ സമയമില്ലല്ലോ, പക്ഷെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ ഫേസ്ബുക്ക് ഐ ഡി നോക്കിയാൽ അറിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അന്ന് എനിക്ക് 600-800 എന്തേ ഉള്ളൂ, സുഹൃത്തുക്കളേ ഉള്ളൂ. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്കും, ഞാൻ പറയുന്നത് തെറ്റാണ്, ഇപ്പൊ ആളെ പേര് പറയാത്തതുകൊണ്ട് പറയാണ്, എന്നെ വിളിച്ച് പണം ചോദിച്ചു. ഞാൻ പണം ചോദിച്ചപ്പോൾ എനിക്കത്ര പക്വത ഇല്ലാത്തൊരു പ്രായത്തിലാണത്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പോണില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ അമ്മ എന്നോട് നിർബന്ധിച്ചു, നീ പോയി കൊണ്ടുപോയിട്ട് ആ പണം കൊടുക്കണം, കാരണം അത്ര ബുദ്ധിമുട്ടിലായിരിക്കും അതിപ്പോ ഓർത്ത് നിന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിൽ നിന്ന് രാവിലെ 8 മണിക്ക് ഫുഡ് കഴിച്ചാൽ രാത്രി 9 മണിക്ക് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം അമ്മ എന്നെ വഴക്ക് പറഞ്ഞ് വിട്ടുകൊണ്ട് ഞാൻ രാത്രി 9:30-10 മണിക്ക് കൊണ്ട് എന്ത് ചെയ്തു, ക്യാഷ് കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, രതീഷ് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഒരാവശ്യം വന്ന് വിളിച്ചപ്പോഴത്തേക്കും രതീഷ് മാത്രം എന്ത് ചെയ്തുള്ളൂ, എത്തിയുള്ളൂ എന്നാണ്. എൻ്റെ 24-ാമത്തെ വയസ്സിൽ 25-ാമത്തെ വയസ്സിൽ ഞാൻ പരിചയപ്പെട്ട സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരാളും ഇത് കണ്ട് തുള്ളണ്ട. കാരണം ഈ ഫേസ്ബുക്കിലും അതുപോലെ ഈ പറയുന്ന കുറച്ച് യൂട്യൂബ് ചാനലിലും ഒക്കെയുള്ള വരുമാനം കണ്ടുപോലും നമ്മൾ തുള്ളാനില്ല. കാരണം ഏത് സമയത്തും ഇത് എന്ത് ചെയ്യാം, തിരിഞ്ഞുകുത്താം, ഇത് നിലം പൊത്താം. അതുകൊണ്ട് അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ നൽകുന്ന പുരുഷനെ ഒരു പുരുഷ വിരോധം വെച്ചിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിവിൻ പോളിയുടെ കേസ് ഇപ്പം അതൊരു വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു, കള്ളപ്പരാതി കൊടുക്കുകയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഫെമിനിസ്റ്റ് സംഘടനകൾ പോലെ വുമന്റെ അവകാശത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന സംഘടനകൾ പെരുകുമ്പോൾ എന്തുകൊണ്ടൊരു മെൻസ് അസോസിയേഷൻ, രാഹുൽ ഈശ്വർ പറയുന്ന പോലെ മെൻസ് കമ്മീഷൻ ഉണ്ടായിക്കൂടാ? അങ്ങനെ ഉണ്ടാവുന്നതിൽ എന്താ തെറ്റ്? അത് തെറ്റാണ്. അത് പറഞ്ഞുതരാം. അത് തെറ്റാണെന്ന് മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞാൽ ആഭാസപരമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെൻസ് കമ്മീഷൻ ഉണ്ടാവുന്നു. ഏത് കമ്മീഷൻ, മെൻസോ ഇനി പറഞ്ഞ പോലെ എന്നാണ് വേണമെങ്കിൽ സക്സസ് കമ്മീഷൻ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഏത് കമ്മീഷനും ഒരു ലോജിക്ക് വേണം. ആ ലോജിക്ക് എന്താ? നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാര്യം വരുന്നു, ആ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു ആണിന്റെ പരാതി കിട്ടിയ ആണായിരിക്കും ശരി എന്ന് തീരുമാനിക്കരുത്, പെണ്ണായിരിക്കും തെറ്റെന്ന് തീരുമാനിക്കരുത്. നേരെ തിരിച്ചിട്ട് ഒരു വനിതകളുടെ ഒരു സംഘടന ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പോൾ സംഘടന വിചാരിക്കുകയാണ് ഇതേ ഒരു വനിത ഒരു പരാതിയായിട്ട് വന്നിരിക്കുന്നു, അപ്പോൾ വനിതയാണ് പരിപൂർണമായിട്ട് ശരിയെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, വിചാരിക്കാൻ പാടില്ല. അത് മണ്ടത്തരമാണ്. അത്രേ ഉള്ളു കാര്യം. ഇവർ ഈ സിബ് സവാദിനൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യണം, മാലയിട്ട് സ്വീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രേ ഉള്ളു മണ്ടത്തരം. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, നാട്ടിലൊരു സംഘടനയുടെ ഒന്നും ആവശ്യമില്ലെന്നേ, ജനത്തിന് മനസ്സിലാവും ന്യായവും തെറ്റും ശരിയൊക്കെ. ഇവിടെ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താ ഗൗതം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ ഗൗതം പറയുന്ന പോലെ ഇപ്പൊ ദീപകിന്റെ കേസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം, അതുപോലെയുള്ള വേണമെങ്കിൽ 10, 20, 25 കേസ് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഗൗതം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ നടക്കപ്പെടുന്ന ബലാത്സംഗ കേസുകളിൽ പോലും കൃത്യമായി പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് കേവലം 3% താഴെയാണ്. അപ്പൊ വലിയ അനീതി അനുഭവിക്കുന്നത് ആരാണ്? വലിയ അനീതി അനുഭവിക്കുന്ന സ്ത്രീകളാണ്. ഇപ്പൊ ഗൗതം പറയില്ലേ, ഉന്നാവോ കേസ് എന്ന് പറയില്ല എല്ലാവരും. ഉന്നാവോ കേസിൽ പോലും 4 പേരുണ്ടായിരുന്നു, അതിൽ 2 പേരെ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. ആ 2 പേര് ശിക്ഷിക്കപ്പെട്ടത് പോലും ബലാത്സംഗ കുറ്റത്തിലല്ല ഒരാൾ ശിക്ഷിക്കപ്പെട്ടത്. അപ്പൊ ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, യഥാർത്ഥത്തിൽ അപ്പോഴും എപ്പോഴും മഹാഭൂരിപക്ഷവും ആക്രമണത്തിനിരയാവുന്നതും ദുർബല വിഭാഗവുമായി കരുതുന്നതും ലോകത്തെവിടെയും സ്ത്രീകളാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ പിന്നെ ഇപ്പോഴും അടുത്തൊരു പ്രശ്നം കൂടി ഞാൻ പറയാലോ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള കേസ് വന്നു, എതിരാളികളുടെ കേസും വന്നു. ഈ മെൻസ് അസോസിയേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? രാഹുൽ മാങ്കൂട്ട് അഡ്മിറ്റ് ചെയ്തു, ഞാനൊരു വിശ്വാസവഞ്ചന കാണിച്ചു, ഞാനൊരു വൃത്തികേട് കാണിച്ചു എന്നുള്ളത് എന്ത് ചെയ്തു, അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, അതിൽ ബലാത്സംഗം ലീഗലി നിലനിൽക്കുമോ ഇല്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് നിയമം പരിശോധിക്കട്ടെ, നമ്മുടെ ഭാഗമല്ലല്ലോ. പക്ഷെ അങ്ങനെ എന്ത് ചെയ്തു, രാഹുൽ മാങ്കൂട്ടം ഒരു ആത്മാർത്ഥത ഇല്ലാത്ത കപടത പേറുന്ന വഞ്ചകനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തേക്കുന്ന സ്ത്രീകളെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. പക്ഷെ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അവരെ അധിക്ഷേപിക്കാൻ പോകുന്നു എന്ന് പറയുന്നിടത്താണ് ഈ അസോസിയേഷനൊക്കെ ആഭാസകരമാകുന്നത്. അതുകൊണ്ട് ഇതൊരു അശ്ലീല സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വ്യത്യാസമില്ല. ഗൗതം പോലും പലപ്പോഴും പറയാറുണ്ട് എൻ്റെ അടുത്ത്, എന്താണ് താഴെ വരുന്ന കമന്റുകൾ. എന്റെ പൊന്ന് ഗൗതം, 100 പേര് വീഡിയോ കാണുന്നെങ്കിൽ 5 പേരാണ് അത് ലൈക്ക് എന്ത് ചെയ്യുന്നത്. അതിൽ തന്നെ 3% പേരാണ് കമന്റ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ബാക്കി 97% പേർക്കും എന്തില്ലെന്നല്ല, അഭിപ്രായം ഇല്ലെന്നല്ല. ആ 97% അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായമുള്ളവരൊക്കെ കൂടി വോട്ട് ചെയ്തിട്ടാണ് കഴിഞ്ഞ തവണ പിണറായി വിജയനോട് ഭരണത്തിൽ കയറ്റിയത്. അത് 2,72,00,000 ആളുകൾ വോട്ട് ചെയ്താണ് ഭരണത്തിൽ കയറ്റിയത്. അതുപോലെ തന്നെ വോട്ട് ചെയ്താണ് മാങ്കൂട്ടത്തിലെയും എന്ത് ചെയ്ത് 18,640 വോട്ടുകൾക്ക് ഭരണത്തിൽ കയറ്റിയത്. അങ്ങനെ ഭരണത്തിൽ കയറ്റൂലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് അടക്കം BJP അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇനി മാങ്കൂട്ടത്തിന് അംഗത്വം എടുക്കാൻ പോയിട്ട് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. അതിന്റെ കാരണം
ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല പ്രപഞ്ചമെന്ന് അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. തീർച്ചയായിട്ടും ആത്മഹത്യയല്ല ഒന്നിനുമുള്ള പരിഹാരം.